absolutely rubbish, sir. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടിനെ, അതും ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനെ. സർ, നമ്മുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിനെ തന്നെ അത്. സ്റ്റാൻഡേർഡ് കൂടുകയുള്ളൂ മാഡം. പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു കുട്ടിക്ക് അത് നൽകുന്നല്ലേ സർ സ്കൂളിന്റെ ഗ്രേറ്റ്നസ്. മാത്രമല്ല, ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വന്ന സജഷനാ. അവരുടെ ആരുമല്ല പയ്യൻ. എന്നിട്ടും അവനോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ല എന്നടിച്ചാൽ കുട്ടികളുടെ മുമ്പിൽ നമ്മളാ ചെറുതാവുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ വിജയ്. ഫീസിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് സ്കോളർഷിപ്പ് നൽകാം. വേറെയും സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ബട്ട് ദ പ്രോബ്ലം ഈസ്, അവൻ 7th സ്റ്റാൻഡേർഡ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, അതും ഏതോ ഓർഡിനറി സ്കൂളിൽ. നമ്മൾ അവനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ 7th സ്റ്റാൻഡേർഡിലല്ലേ പറ്റൂ. Are you joking, sir? 17 18 വയസ്സുണ്ടവന്. കുട്ടികൾ പിന്നെ അവനെ സാം എന്നല്ല, അങ്കിൾ സാം എന്നാവും വിളിക്കുക. കുട്ടികൾക്ക് അവന് ഇഷ്ടമാണ്. അവർ അതൊക്കെ ഒരു സ്പിരിറ്റിൽ എടുത്തോളും. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Your wish, sir. But sir, still I have my objection. ഇത് ബാക്ക് ഡോറിലൂടെയുള്ള അഡ്മിഷൻ ആണ്. അത് നമ്മുടെ സ്കൂളിന്റെ പ്രൊസീജിയറിന് തന്നെ എതിരാ. അറ്റ്ലീസ്റ്റ് he should pass the entrance exam. Yeah, that's right, Mr. വിജയ്. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അയാൾ എൻട്രൻസ് എഴുതട്ടെ. എന്തായി അങ്കിൾ? 7th അഡ്മിഷൻ തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഫീസ് കെട്ടണല്ലേ സാർ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന്. ഫീസിനേക്കാളും കട്ടിയാവും സാമിനെ പോലെ ഒരാൾക്ക് ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ്. അത് ജയിക്കണം. ആ മേരി ലൂക്കയ്ക്ക് വാശി. അവരാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ കടു കട്ടിയാവും. അപ്പം ഇനി എന്ത് ചെയ്യും സാർ? ഞങ്ങൾ പോയിന്ന് സംസാരിച്ചാലോ അങ്കിൾ? ഏയ്, അത് നടക്കില്ല. അവരടമൻ്റാ. എടാ സാമേ, ജീവിതം എന്ന് പറയുന്നതേ ഒരു ഫുട്ബോൾ കളിയാ. ആർക്കായാലും കർത്താവ് ഒരു ചാൻസ് തരും ഗോളടിക്കാൻ. ഇത് നിനക്ക് കിട്ടിയ പെനാൽറ്റി ആണെന്ന് കരുതി മേരി ലൂക്കയുടെ പോസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഗോളടിക്കാം. എൻട്രൻസ് എങ്കിൽ എൻട്രൻസ്, നമുക്കൊരു കൈ നോക്കാടാ. അതെ സാം, ഞങ്ങൾ പഠിപ്പിക്കാം സാമിനെ. ഞങ്ങളേറ്റു സാം. നമുക്കൊന്ന് ശ്രമിക്കാം അല്ലേ സാർ? പിന്നെ നീ ശ്രമിക്കുമ്പോ ഞങ്ങൾ പരിശ്രമിക്കും. Clements, who wrote The Adventure of Tom Sawyer, is better known as Fatima, you know the answer? No, book നോക്കാം. Okay. Sherlock Holmes is the creation of... കിട്ടിയോ? ആ തള്ളറിഞ്ഞെന്റെ പണി പോണ കേസാ. അതേപോലെ സീലിൽ വെച്ച ആൻസർ ഷീറ്റ് 6 അത്രയൊക്കെ എഴുതിയ പോരെ? മതി, മരണങ്ങട് ഞാൻ കാണട്ടെ. മണ്ടൻ വല്ലത് അറിഞ്ഞിട്ടാണ് എഴുതി കൂട്ടണത്. ചുമ്മാ എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ മാമിന് ഡൗട്ട് അടിക്കില്ലേ? ഇത് ഞാൻ പണ്ട് SLC എഴുതിയ പോലെ സിനിമ പാട്ട് എഴുതി വെച്ചോട്ടു. ഇനി എന്താണ് പ്ലാൻ? ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. What do you want? What are you looking there? ഇല്ല, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. No, do not disturb the boy. Oh. Out. സോറി മാം, ഇപ്പൊ തന്നെ ചോദിക്കേണ്ട ഡൗട്ടാ. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നീട് അതൊരിക്കലും ചോദിക്കാൻ പറ്റാതെ വരും. എക്സാം ഹാളിലല്ല തന്റെ ഡൗട്ട്, പുറത്തു പോകാനാ പറഞ്ഞത്. അയ്യോ, ഞാൻ പുറത്തു പോയിക്കോളാം, അതിലേക്ക് വിരോധമില്ല. പക്ഷെ മാം, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാ, when I was a father, What? അല്ല, പണ്ട് ഞാൻ അച്ഛനായിരുന്ന കാലത്ത് കർത്താവായ യേശു പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. I say out. ഓക്കെ, ഞാൻ പോയി. Go. ഓക്കെ സാം. ഓക്കെ മാം. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? കുര്യാക്കോ സർ കൽക്കി. കഴിഞ്ഞു? ഇല്ല, 3 ആൻസറും കൂടി ഉണ്ട്. അത് വിട്ടേക്ക്, പാസ്സാവാനുള്ള ആൻസേഴ്സ് ആയിട്ടുണ്ടാവും. അമ്മേ, അയ്യോ അയ്യോ, അമ്മേ, അയ്യോ
Oh God, what's the problem with this guy? Hey boy, എനിക്ക് get up. എന്താ മാം ആ. ഇതില് പോയപ്പോ ശബ്ദം കേട്ട് ഓടി വന്നതാ. എന്ത് പറ്റി? See boy, ബോധം കെട്ട് വീണു. അയ്യോ എടാ സാമേ വെള്ളം. കൊറേ ദിവസം ഉറക്കൊഴിച്ച് പഠിച്ചതിന്റെ ക്ഷീണം കൊണ്ടാവും. ഇത് പിടി. അവനവനെ കൊണ്ട് എടുത്താവുന്നതേ ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞ മനസ്സിലാവില്ല മാഡം. Nothing doing. Just call the doctor. ഓഹോ Sir, I can't believe that boy. അയാൾ എൻട്രൻസ് പാസ്സായി. കണ്ട തെണ്ടികളൊക്കെ സ്കൂളിൽ ചേർത്തോട്ടെ, പഠിപ്പിച്ചോട്ടെ, അത് പ്രിൻസിപ്പലിന്റെ ഇഷ്ടം. പക്ഷേ ഈ ജേഴ്സി ഇടാനും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാനും നിനക്കാരെ പെർമിഷൻ തന്നെ? റോഹൻ, എനിക്കറിയണം സർ, എന്തിന്റെ പേരിലാണ് ഇവൻ ടീം ജേഴ്സി ഇട്ടെന്ന്. ഞാൻ ആ ടീം ക്യാപ്റ്റനെങ്കിൽ എന്റെ കൂടെ അനുവാദം വേണം ആരെങ്കിലും ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ക്യാപ്റ്റൻ അല്ല, കോച്ചാണ് ഫുട്ബോളിലെ ഡിസിഷൻ മേക്കർ. സ്വന്തം പൊസിഷനിൽ നിന്ന് മര്യാദയ്ക്ക് കളിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടണ്ട. സാം, ഗോ ആൻഡ് പ്ലേ. സാം, ഗോ ആൻഡ് പ്രാക്ടീസ്. കലക്കി. ഗുഡ് ഷെപ്പേർഡിന്റെ സ്റ്റാർ സ്ട്രൈക്കർ. ഇനി ഫെലിക്സിന് പകരം ആ പെരട്ട ലൈൻ ബോയ്. ഷെയ്ം ഓൺ യു ക്യാപ്റ്റൻ റോഹൻ, ഷെയ്ം ഓൺ യു. അല്ലേ തന്നെ പ്രാന്തെടുത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു കളിയാക്കലി. നീ നോക്കിക്കോ, അവനെ വെച്ച് തന്നെ നിന്നെയൊക്കെ അയാൾ ഒതുക്കും. എന്നിട്ട് എന്നെ തട്ടിയതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി നിന്നെയും അയാൾ തട്ടും. അയാൾ സ്നേക്കാ, ഡേഞ്ചറസ് പോയിസണസ് സ്നേക്ക്. അയാളൊക്കെ വലിയ പക്ഷെ ആ ചെക്കനാ, ഒക്കെ അവന്റെ ബുദ്ധിയാ. കോറമൻഡൽ എക്സ്പ്രസ് വന്നോ? ട്രെയിനിന്റെ സൗണ്ട് കേട്ടു. ഹൗറ സ്റ്റേഷൻ എവിടാ? മലയാളം നഹി മാലു, ഹിന്ദി ആദ്മി, ഗാഡി ആനെ വാലാ ഹെ, മേരി ബീവി ആ രഹി ഹെ. ഹൗറ സ്റ്റേഷൻ കഹാ ഹെ? വടക്കോട്ടേക്ക് പോയിട്ട് നേരെ തെക്കോട്ടേക്ക് പോയാൽ മതി. താങ്ക് യു. ഫെലിക്സ്, ആളെ മനസ്സിലായോ നിനക്ക്? ഇല്ല. അത് അവന്റെ പപ്പയാ, ആരുടെ? ആ സാവിന്റെ.